മലപ്പുറം അമരമ്പലം പഞ്ചായത്തിലെ വിവിധ ഇടങ്ങളിൽ മാസങ്ങളായിട്ട് ഭീതി പരത്തിയിരുന്നു ഒരു കരടി. ആ കരടിയെ വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിനകത്ത് പെടുത്താൻ കഴിഞ്ഞിരിക്കുന്നു. TK കോളനി ധർമ്മശാസ്ത്ര അയ്യപ്പ ക്ഷേത്രത്തിന് സമീപം സ്ഥാപിച്ച കെണിയിലാണ് അർദ്ധരാത്രിയോടുകൂടി കരടി അകപ്പെട്ടത്. പഞ്ചായത്തിലെ വിവിധ ഇടങ്ങളിലെ ക്ഷേത്രങ്ങളിൽ കരടി എത്തുന്നത് പതിവായിരുന്നു. ക്ഷേത്രങ്ങളിൽ സൂക്ഷിച്ച നെയ്യ്, എണ്ണ, ശർക്കര ഇവ ഉൾപ്പെടെയുള്ള സാധനങ്ങളൊക്കെ സ്ഥിരമായിട്ട് ഭക്ഷിക്കാനെത്തുന്ന കരടി വ്യാപകമായിട്ടുള്ള നാശവും വരുത്തിയിട്ടാണ് മടങ്ങാറുള്ളത്. ഒപ്പം കൃഷിയിടങ്ങളിൽ സ്ഥാപിച്ച തേൻ പെട്ടികൾ തകർത്ത് കർഷകർക്ക് വൻ നഷ്ടമാണ് വരുത്തിയിരുന്നത്. നാട്ടുകാരുടെ പരാതിയിൽ വനം വകുപ്പ് ഈ മേഖലയിൽ 2 കെണികളും കരടിയുടെ നീക്കം നിരീക്ഷിക്കാൻ ക്യാമറകളും സ്ഥാപിച്ചിരുന്നു. തുടർന്ന് അർദ്ധരാത്രിയോടെ ക്ഷേത്രത്തിന് സമീപം സ്ഥാപിച്ച കെണിയിൽ കരടി അകപ്പെടുകയായിരുന്നു. ഈ കരടിയെ അമരമ്പലം RRT ക്യാമ്പ് ഓഫീസിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഒരു കാരണവശാലും ഈ കരടിയെ കാട്ടിൽ തുറന്നു വിടരുതെന്നും വിട്ടാൽ വീണ്ടും നാട്ടിലേക്ക് ഇറങ്ങാൻ സാധ്യതയുണ്ടെന്നും അതുകൊണ്ട് അതിനെ മൃഗശാലയിലേക്ക് മാറ്റണമെന്നുമാണ് നാട്ടുകാർ ഇപ്പോൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ കരടീനെ ഇവിടെ ഇന്ന് TK കോളനി അമ്പലത്തിൽ വെച്ച് പിടികൂടി. ഒരുപാട് നാളത്തെ കഷ്ടപ്പാടിന് ശേഷമാണ് നമ്മളിത് പിടികൂടിയിട്ടുള്ളത്. ഇപ്പോൾ DFO ആണെങ്കിലും റേഞ്ച് ഓഫീസർ ആണെങ്കിലും ഡെപ്യൂട്ടി ആണെങ്കിലും ഒക്കെ പറഞ്ഞത് അവരുടെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ കരടിയെ ഇവിടുന്ന് കയറ്റാൻ സമ്മതിച്ചിട്ടുള്ളത്. അവർ കാഴ്ച ബംഗ്ലാവിലേക്ക് അത് വിടുള്ളൂ. ഇപ്പൊ തൽക്കാലം അമരമ്പലം ഫോറസ്റ്റ് ഡിപ്പോയിൽ കൊണ്ടാക്കും. നാളെ രാവിലെ അതിനെ കാഴ്ച ബംഗ്ലാവിലേക്ക് കൊണ്ടുപോകുമെന്ന് ഉറപ്പ് തന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ കരടിയെ കൊണ്ടുപോകാൻ അയച്ചിട്ടുള്ളത്.